ടോക്ക് ഒരുപാട് ഞാൻ കാണുന്ന കൂട്ടത്തിലാണ് ടിവിയിലെ ചർച്ചകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണത്. അതിനകത്ത് എല്ലാ പാർട്ടിക്കാരുണ്ടാവും, ഓരോരുത്തരും വീതം. അപ്പൊ അത് ഞാൻ നല്ലപോലെ കാണുന്ന ഒരാളാണ്. എന്താ പറയുക, നമുക്കെപ്പോഴും സംസാരിക്കാനായിട്ടുള്ള ഒരു ഒരു ഗൈഡ് അതിൽ നിന്ന് കിട്ടും. അത് സംശയമൊന്നുമില്ല. പ്രസംഗം കേൾക്കുമ്പോൾ സാധാരണ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആർക്കും താല്പര്യമില്ല പ്രസംഗം കേൾക്കാൻ. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയമായാലും പിന്നെ കലയെ കുറിച്ചായാലും എന്തിനെ കുറിച്ചായാലും എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ടോക്ക്, സംസാരം, പ്രസംഗങ്ങളെല്ലാം കേൾക്കണം. കുട്ടികളും കേൾക്കണം, വലിയവരും കേൾക്കണം. ഞാൻ പറയാം, എന്താ അറിയോ, സംസാരിക്കാൻ പഠിക്കും നമ്മള്. ഞാനത് കാണുന്ന കൂട്ടത്തിലാണ്. ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രശ്നമായിരുന്നു. ഞാൻ ആ രാഹുലിനെ വളരെയധികം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ്. കാരണം എന്താ അറിയോ, ഞാൻ ആ പയ്യന്റെ ആ രാഹുലിന്റെ പയ്യെന്ന് പറയാൻ പാടില്ല, പുള്ളി ഇപ്പൊ MLA ആണ് അല്ലേ? ശരിയാ, ശരി, അങ്ങനെയൊന്നും പറയരുത്. എന്റെ മോന്റെ പ്രായം പോലും രാഹുലിന് കാണൂല. എന്നാലും ഞാൻ പറയാ, രാഹുല് സംസാരിക്കുന്ന, നിങ്ങൾ എന്തെന്നെ ആയിക്കോട്ടെ, പക്ഷെ ആ രാഹുല് സംസാരിക്കുന്ന കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, അതേപോലെ BJP 3 പാർട്ടികളുമാണ് മെയിനായിട്ട് ചർച്ചയ്ക്കൊക്കെ വന്നിരിക്കുക. ഇതിൽ ഞാൻ രാഹുൽ സംസാരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, നന്നായിട്ട് സംസാരിക്കും. അതേപോലെ തന്നെയാണ് ചിലരുടെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ ചില നിരീക്ഷണം ചെയ്യുന്ന, രാഷ്ട്രീയം ചെയ്യുന്ന ചിലരുണ്ടല്ലോ. അതേപോലെയാണ് ശ്രീജിത്ത് പണിക്കര്, പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നെ അങ്ങനെ എനിക്കൊരു ലിസ്റ്റുണ്ട്. ഞാൻ അവരെയൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എന്താ പറയുക, സംസാരിക്കാൻ അറിയണം, അല്ലാതെ വന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് കാര്യമില്ല. വെറുതെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ സംസാരിക്കുന്നവരും ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും രാഹുൽ നല്ല പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതുകൊണ്ട് രാഹുലിനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് വളർന്നു വരുന്ന ഒരു കാലത്ത് ചിലപ്പോൾ ഞാനൊന്നും ആ സമയത്ത് കാണൂലായിരിക്കും, പക്ഷെ രാഹുൽ ഒരു സമയത്ത് എന്തായാലും മന്ത്രിയാവും, സംശയമില്ല. എന്നുവെച്ചാൽ പുള്ളി ആദ്യമേ തന്നെ നിന്നപ്പോൾ തന്നെ ജയിച്ചു, MLA ആയി, ഇപ്പോഴും MLA ആയിട്ട് ഇരിക്കുന്നു. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ബാഡ് ഇംപ്രഷൻ വന്നല്ല ഇപ്പൊ. അതായത് ഇതൊക്കെ പെൺകുട്ടികളെ എന്തൊക്കെയോ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു, കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ അതൊന്നും വലിയ ഇതായിട്ട് എടുക്കുന്നില്ല. കാര്യം എന്താ അറിയോ, നമ്മള് ഒരു പുരുഷന്റെ അടുത്ത് ചെല്ലുമ്പോഴേ, അല്ലെങ്കിൽ ഒരു